വയനാട്ടിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പോളിന്റെ മൃതദേഹം ഇന്ന് രാവിലെ പുൽപ്പള്ളിയിലെത്തിക്കും. നഷ്ടപരിഹാരം, കുടുംബത്തിൽ ഒരാൾക്ക് ജോലി തുടങ്ങിയ ആവശ്യങ്ങൾ അംഗീകരിച്ചാലേ മൃതദേഹം ഏറ്റുവാങ്ങൂ എന്ന നിലപാടിലാണ് ബന്ധുക്കൾ. അതേസമയം വയനാട്ടിൽ തുടർച്ചയായ വന്യജീവി ആക്രമണങ്ങളിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് ആഹ്വാനം ചെയ്ത ഹർത്താൽ പുരോഗമിക്കുകയാണ്. LDFും UDFും BJPയും ഹർത്താലിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. മാനന്തവാടിയിൽ നിന്ന് കമലും മരിച്ച പോളിന്റെ വീട്ടിൽ നിന്ന് അരുണും നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഗുഡ് മോർണിംഗ് കമൽ, എന്താണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? ഇന്ന് മൂന്ന് പാർട്ടികളും മൂന്ന് മുന്നണികളും അവിടെ ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നല്ലോ. എങ്ങനെയാണ് ഹർത്താൽ പുരോഗമിക്കുന്നത്? മൂത്തി, ഇന്ന് വയനാട് നിശ്ചലമാകുന്ന അവസ്ഥയാണ് ഉള്ളത്. ഈ പറഞ്ഞതുപോലെ LDFും UDFും BJPയും വെവ്വേറെ ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുകയാണ്. ഇന്നലെ രാവിലെ 9:30-ക്കാണ് ഈ കുറുവദ്വീപിനടുത്തുള്ള വനമേഖലയിൽ വെച്ച വനം വാച്ചറായ ഇക്കോ ടൂറിസം സെന്ററിലെ താൽക്കാലിക ജീവനക്കാരനായ പോളിനെ കാട്ടാന ആക്രമിച്ചത്. മാനന്തവാടി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തിച്ചെങ്കിലും പോളിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. അതിനെ തുടർന്നാണ് ഇത്രയും വലിയ പ്രതിഷേധമുയരുന്നത്. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ നമുക്കറിയാം, പയ്യമ്പള്ളിക്കടുത്ത് പടമലയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ അജീഷ് മരിച്ചിട്ട് ഒരാഴ്ച പിന്നിട്ടതേയുള്ളൂ. അതിന് പിന്നാലെയാണ് ഈ ആക്രമണവും ഉണ്ടാകുന്നത്. കഴിഞ്ഞ ഒരു മാസത്തിനിടെ വയനാട്ടിൽ 3 ജീവനുകളാണ് കാട്ടാനയുടെ ആക്രമണത്തിൽ പൊലിഞ്ഞത്. ഈ സാഹചര്യത്തിലാണ് ഈ പ്രശ്നത്തിന് ശാശ്വത പരിഹാരം ആവശ്യപ്പെട്ട് ആദ്യം UDFും BJPയും ഹർത്താലിന് ആഹ്വാനം ചെയ്തത്. അതിന് പിന്നാലെ LDFും ഇക്കാര്യത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ഇടപെടണമെന്നാവശ്യപ്പെട്ട് ഹർത്താലിന് ആഹ്വാനം ചെയ്യുകയായിരുന്നു. രാവിലെ 6 മണി മുതൽ തുടങ്ങിയ ഹർത്താൽ പൂർണ്ണമാണ്. പലയിടത്തും വാഹനങ്ങൾ തീരെ ഓടുന്നില്ല. സ്വകാര്യ വാഹനങ്ങൾ മാത്രമാണ് നിരത്തിലുള്ളത്. ശരി.